ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. തല ചുറ്റി വീണ പ്രഭാവതിക്ക് കഞ്ഞിയൊക്കെ കൊടുത്തതിന് ശേഷം അബി അമ്മയോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് അവസാനിച്ചത്. അബി പറയുകയാണ്, അമ്മയുടെ ചൂടേറ്റാണ് ഞാൻ വളർന്നത്. ഒരു കുഞ്ഞിന് അമ്മയുണ്ടാകുന്നത് അങ്ങനെയല്ലേ? അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അജയ് ഉണ്ടായതിനു ശേഷവും ഞാൻ അമ്മയുടെ കൂടെ തന്നെയാണ് കിടന്നുറങ്ങിയത് എന്ന്. ഞാൻ ഉറങ്ങിക്കഴിയുമ്പോഴാണത്രേ അച്ഛൻ എന്നെ എടുത്തുകൊണ്ട് പോകുന്നത്. എനിക്കെന്തിനാണമ്മേ സ്വത്തുക്കൾ? അമ്മയുടെ ദാനമാണമ്മേ എൻ്റെ ജീവിതം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ ഏതെങ്കിലും തെരുവിലോ അനാഥാലയത്തിലോ വളരേണ്ടവനായിരുന്നുവെന്ന്. ഞാൻ കൈകൂപ്പി നിൽക്കുന്ന ദൈവങ്ങളിൽ കാണുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും മുഖങ്ങളാണ്. നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞുള്ളമ്മേ എനിക്ക് മറ്റൊരു ദൈവം. അച്ഛൻ ശരിയായിരുന്നു. അച്ഛനെപ്പോലെ ദീർഘവീക്ഷണമുള്ള ഒരാളെ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാൻ പോകുന്നില്ല. അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് ഞാനോ അമ്മയോ ഒന്നും അച്ഛനെ വേണ്ട രീതിയിൽ തിരിച്ചറിഞ്ഞിട്ടില്ല. അച്ഛൻ്റെ ഒരു കൈ എല്ലാ കാലത്തും വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നു. അവരെത്ര കാണാമറത്തായിരുന്നാലും അച്ഛൻ്റെ കൈ അവരെ തേടിയെത്തും. അമ്മയെ ഒരിക്കലും അച്ഛൻ ചതിച്ചിട്ടില്ല. അച്ഛൻ എവിടെയെങ്കിലും തല കുനിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ ഇഷ്ടക്കേടുകൾക്ക് മുമ്പിൽ മാത്രമാണ്. അമ്മ മൂന്നാറിലെ തോട്ടം തിരികെ എഴുതാൻ പറഞ്ഞപ്പോൾ അച്ഛൻ അത് ചെയ്തു. അമ്മ സ്വത്ത് ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോൾ അച്ഛൻ വിൽപ്പത്രം എഴുതി. അച്ഛൻ കീഴടങ്ങിയത് അമ്മയുടെ മുൻപിൽ മാത്രമാണ്, അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ മുൻപിൽ മാത്രം. അച്ഛനെക്കുറിച്ച് അമ്മ ഇനി ഒരുപാട് അറിയുവാനുണ്ട്. ജാനകി ഈ വീട്ടിൽ വന്നു കയറിയ അന്നു മുതൽ അച്ഛൻ മരിക്കുന്നതിൻ്റെ തൊട്ടു തലേ ദിവസം ജാനകിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് എന്നോട് വെളിപ്പെടുത്തിയതുവരെ എനിക്ക് അച്ഛനൊരു അവതാര പുരുഷനായിരുന്നു. പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ അച്ഛൻ്റെ സ്വാർത്ഥത അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഈ വീട് ഒരിക്കലും വീണുടഞ്ഞു പോകരുത് എന്നുള്ളൊരൊറ്റ ആഗ്രഹം മാത്രമേ അച്ഛനുണ്ടായിരുന്നുള്ളൂ. എനിക്കത് സാധിക്കും എന്നുള്ള തോന്നൽ കൊണ്ടാണ് അച്ഛനത് എൻ്റെ പേരിലേക്ക് എഴുതി വെച്ചത്. പക്ഷേ എനിക്കതൊരു ഭാരമായി. എന്നെ അതിപ്പോൾ വീർപ്പ് മുട്ടിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അമ്മയുടെ പേരിലേക്ക് ഈ വീട് എഴുതി തരാം. അബി ഇത് പറയുമ്പോൾ പ്രഭാവതി ഒരു ഞെട്ടലോടുകൂടിയാണ് അബിയുടെ മുഖത്തേക്ക് നോക്കുന്നത്. വീണ്ടും അബി തുടരുകയാണ്, പക്ഷേ അതിന് കുറച്ചു സമയം കൂടി അമ്മ എനിക്ക് തരണം. ജാനകിയുടെ അമ്മയെ കണ്ടെത്തി ഈ വീട്ടിലേക്ക് എനിക്ക് കൊണ്ടുവരണം. അവൾ അനാഥയാണ് എന്ന് പരിഹസിച്ചവരുടെ മുൻപിൽ അവരെ കൊണ്ടുവന്ന് നിർത്തുന്ന ആ ഒരു മുഹൂർത്തം മാത്രം മതി. അത് ഈ വീട്ടിൽ വെച്ച് തന്നെ വേണം. അച്ഛൻ്റെ ആത്മാവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ എനിക്കത് ചെയ്യണം. എൻ്റെ അച്ഛൻ ആരായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ കൂടിയാവും അത്. പിന്നെ അളകാപുരിയുടെ മുകളിൽ ഒരു ശത്രുവിൻ്റെയും കരിനിഴൽ വീടില്ല. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ഞാൻ ഈ വീട് എഴുതി തരാം. ഇത് പറഞ്ഞിട്ട് അബി ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അബിയുടെ ഈ തീരുമാനങ്ങളുടെയും വാക്കുകളുടെയും മുൻപിൽ എന്തു മറുപടി പറയണമെന്നറിയാതെ തുടർന്ന് പ്രഭാവതി വിങ്ങിക്കരയുന്ന കാഴ്ചകളാണ് കാണുന്നത്. പിന്നീട് കാണുന്നത് സ്വസ്ഥത നഷ്ടപ്പെട്ട വിശ്വനാഥൻ തമ്പി തൻ്റെ വീടിൻ്റെ ഹാളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥതയോടുകൂടി ഉലാത്തുന്ന കാഴ്ചയാണ്. ഈ സമയത്ത് അപർണ അമ്മയുമായിട്ട് അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് തമ്പിയോട് ചൂടായിക്കൊണ്ട് ചോദിക്കുകയാണ്, അച്ഛന് പറയാൻ ഒന്നുമില്ലേ? പിന്നെ എന്തിനാണ് ഞാനിവിടെ നിൽക്കുന്നത്? ഞാൻ പോവുക. എടി അവിടെ നിൽക്കടി. നിന്റെ അമ്മ പറയുന്നത് ഓരോന്ന് കേട്ടുകൊണ്ട് നീ എൻ്റെ അടുക്ക ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തു മറുപടി പറയും? കമ്പനി സംബന്ധമായ പല പ്രശ്നങ്ങൾ എനിക്കുണ്ട്. നീ ഓഫീസിലേക്ക് വാ, അപ്പം നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ അപർണയുടെ അമ്മ പറയുകയാ, ഇന്നലെ രാത്രിയിൽ ഇവിടെ സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഒരു ബോധവുമില്ല. രാത്രിയിൽ ഒരുപോള കണ്ണടച്ചിട്ടില്ല. അതേടി എൻ്റെ ദേഹത്ത് സൂര്യനാരായണന്റെ ബാധ കയറിയിരിക്കുക. അങ്ങനെയല്ലേ നീ ഇവളോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? എൻ്റെ ബാധ ഒഴിപ്പിക്കാനേ നീ മന്ത്രവാദിയെ കൊണ്ടുപാടി. അപ്പോൾ അപർണയുടെ അമ്മ പറയുകയാണ്, ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിലേ മുക്കോടൻ തിരുമേനിയെ തന്നെ കൊണ്ടുവരേണ്ടി വരും. ഓ, ഇതിനൊക്കെ കൈകൊണ്ടല്ലാതെ ഞാൻ എങ്ങനെയാടി മോളെ മറുപടി പറയേണ്ടത്? നീയും ഇതൊക്കെ കേട്ടങ്ങ് വിശ്വസിച്ചു അല്ലേ? ഉടനെ അപർണ ചോദിക്കുകയാണ്, അല്ല ഈ വിശ്വൻ ആരാണച്ചാ? ഈ ചോദ്യം കേൾക്കുകയും തമ്പി പെട്ടെന്നൊന്ന് നടുങ്ങുന്നുണ്ട്. അല്പനിമിഷം തമ്പി മൗനമായി നിന്നപ്പോൾ അപർണ വീണ്ടും ചോദിക്കുകയാണ്, അല്ല അച്ഛൻ ഞെട്ടിയല്ലോ. വിശ്വനോ? ഏത് വിശ്വൻ? എനിക്കൊരു വിശ്വനെ അറിയത്തില്ല. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, അതാരാടി മോളെ വിശ്വൻ? നിന്നോടാരാണ് അങ്ങനെ ഒരാളെ കുറിച്ച് പറഞ്ഞത്? അപ്പോൾ അപർണ പറയുകയാണ്, ഇന്നലെ രാത്രി നമ്മൾ ഫോണിൽ സംസാരിച്ചത് അബി കേട്ടു. സൂര്യനാരായണന്റെ പ്രേതമല്ല, വിശ്വന്റെ പ്രേതമാണ് നിന്റെ അച്ഛൻ്റെ ദേഹത്ത് കൂടിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അബി അങ്ങ് പോയി. അബി അങ്ങനെ പറയണമെങ്കിൽ അച്ഛൻ ഈ പറയുന്ന വിശ്വനെ നന്നായിട്ട് അറിയണമല്ലോ. എടി മോളെ, ഞാൻ ഈ പേര് ഇപ്പോഴാണ് കേൾക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരുത്തനെ അറിയില്ല. അപ്പോൾ നിനക്ക് എന്നെയല്ല അബിയെയാണ് വലിയ വിശ്വാസം അല്ലേ? അപ്പോൾ അപർണ ചോദിക്കുകയാണ് വീണ്ടും, ഇനി അച്ഛൻ കൊന്നുകളഞ്ഞ ആരെങ്കിലും ആണോ ഈ വിശ്വൻ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അച്ഛൻ അത് മറച്ചു വെക്കാതെ തുറന്നങ്ങ് പറ. അത് കേട്ടിട്ട് അപർണയുടെ അമ്മ പറയുകയാണ്, എൻ്റെ ദൈവമേ, ഇയാൾ കൊന്നുകളഞ്ഞ ആരോ തന്നെ. ശത്രുവിൻ്റെ കയ്യിലാ ഇയാളുടെ നാശത്തിനുള്ള ആയുധം കിട്ടിയിരിക്കുന്നത്. എല്ലാം തീർന്നടി മോളെ.
അബിയെ ഇയാൾ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. ദൈവമേ, വയസ്സാം കാലത്ത് ഇയാൾക്ക് ജയിലിൽ കിടക്കാനായിരിക്കുമല്ലോ വിധി. ചെന്ന ആ അബിയോട് മാപ്പ് പറ മനുഷ്യ. ഇത്രയും കേട്ടുകൊണ്ട് പെട്ടെന്ന് കോപത്തോടെ കൈ ഓങ്ങിക്കൊണ്ട് ഭാര്യയുടെ നേരെ ആഞ്ഞടുക്കുകയാണ് വിശ്വനാഥൻ തമ്പി. തുടർന്ന് തമ്പി പറയുകയാണ്, തമ്പി ജയിലിൽ പോകുന്നുണ്ടെങ്കിൽ എന്നെ കൊടുക്കാനിരിക്കുന്ന സകല എണ്ണത്തിനെ തീർത്തിട്ടേ തമ്പി പോകൂ. ഇത്രയും പറഞ്ഞിട്ട് അയാൾ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അപർണയോട് അമ്മ പറയുകയാണ്, എന്തോ വലിയ പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട് മോളെ. അങ്ങേർക്കറിയാം നീ പറഞ്ഞ ആളെ. അപ്പോൾ അപർണ, അബിയുടെ വാക്കുകളൊന്നും ഞാൻ മുഖവിലക്കെടുത്തിട്ടില്ല. അബിയുടെ അച്ഛനെ ചേർത്ത് പറഞ്ഞപ്പോൾ അബിക്ക് പൊള്ളിയതാണ്. അച്ഛൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. അറിയാത്ത കാര്യങ്ങൾ അമ്മ വിളിച്ചു പറഞ്ഞാൽ അച്ഛൻ്റെ കൺട്രോൾ പോവില്ലേ? അപ്പോൾ മോളെ അങ്ങനെ ഒരാളില്ലേ? അമ്മേ, അബി കിട്ടിയ അവസരത്തിന് എനിക്കിട്ടൊന്ന് താങ്ങിയതാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അമ്മ ഇനി ഇതും പറഞ്ഞ് അച്ഛൻ്റെ പിന്നാലെ പോകരുത്. അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഞാൻ കണ്ടുപിടിച്ചോളാം. ഇത്രയും പറഞ്ഞിട്ട് അപർണയും ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. അപർണയുടെ അമ്മ ഇതൊക്കെ കണ്ട് വല്ലാത്ത പരിഭ്രാന്തിയോടെ സ്വസ്ഥത നഷ്ടപ്പെട്ടവളെ പോലെ നിൽക്കുകയാണ്. തുടർന്ന് കാണുന്നത് പൊന്നുവിനെയാണ്. പൊന്നു അങ്ങനെ മൂഡ് ഔട്ടായിട്ട് വീടിന്റെ പുറത്ത് തലകുനിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് നിരഞ്ജന അവിടേക്ക് വരുന്നുണ്ട്. പൊന്നുവിനെ കണ്ടുകൊണ്ട് നിരഞ്ജന പോയിട്ട് ചോദിക്കുകയാണ്, പൊന്നു, എന്താ പൊന്നു ഇവിടെ വന്ന് നിൽക്കുന്നത്? ഹലോ പൊന്നു, കാര്യം പറ. എനിക്ക് അമ്മയെ കാണണം ചെറിയമ്മേ. ദേ പൊന്നു, പൊന്നുനെല്ലാം അറിയാവുന്ന കാര്യമല്ലേ. അമ്മമ്മയുടെ ട്രീറ്റ്മെന്റ് നടക്കുകയല്ലേ. അപ്പോൾ അമ്മ അവിടെ ഇല്ലാതെ പറ്റുമോ മോളെ? പിന്നെ അമ്മമ്മയെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റില്ല. അമ്മയെ കാണാൻ മാത്രമല്ല, പൊന്നുവിന് അമ്മമ്മയും കാണണം. ചെറിയമ്മ പൊന്നുവിൻ്റെ അമ്മമ്മയെ കണ്ടിട്ടില്ലല്ലോ? ഇല്ല, ഫോട്ടോയിൽ കണ്ടിട്ടുള്ളതേ ഉള്ളൂ ഞാൻ. എനിക്കും പൊന്നുവിൻ്റെ അമ്മമ്മയെ കാണാൻ താല്പര്യമുണ്ട്. ചെറിയമ്മ എൻ്റെ അച്ഛനോട് പറഞ്ഞാൽ മതി, അച്ഛൻ സമ്മതിക്കും. ചെറിയമ്മയ്ക്കും പൊന്നുവിനും എൻ്റെ അമ്മാമ്മയെ കാണാൻ സാധിക്കും. ഞാനൊരിക്കലേ അബിയേട്ടനോട് ചോദിച്ചതാണ് പൊന്നു. അപ്പോൾ സമയമാവട്ടെ എന്നാ അച്ഛൻ പറഞ്ഞത്. അപ്പോൾ പൊന്നു പറയുകയാണ്, ചെറിയമ്മ വാ, നമുക്ക് അച്ഛനോട് പോയി ചോദിച്ചിട്ട് വരാം. ഇത് കേട്ടുകൊണ്ട് അബി അപ്പോൾ അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് അബി ചോദിക്കുകയാണ്, എന്താണ് രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? അപ്പോൾ നിരഞ്ജന, ഇവൾക്കേ ഒരു സ്ഥലം വരെ പോകണമെന്ന്. അതിന് അച്ഛൻ്റെ സമ്മതം വേണം. അപ്പോൾ അബി, എവിടെ പോകാനാണ് പൊന്നുവിന് സമ്മതം വേണ്ടത്? അച്ഛാ, ഞാനും ചെറിയമ്മയും കൂടി അമ്മമ്മയെ കാണാൻ പോയിക്കോട്ടെ. തുടർന്ന് നിരഞ്ജന പറയുകയാണ്, ഞാൻ ചോദിച്ചപ്പോൾ സമയമാവട്ടെ എന്ന് അബിയേട്ടൻ പറഞ്ഞു എന്നാ പറഞ്ഞത്. പൊന്നുവിന് അമ്മയെ കാണാൻ മാത്രമല്ല, പൊന്നുവിൻ്റെ അമ്മാമ്മയെ കാണാനും വലിയ തിടുക്കമായിരിക്കുകയാണ്. അപ്പോൾ അബി, നിരഞ്ജന പോയിട്ട് വാ. നിരഞ്ജന പൊന്നുവിനെ കൂട്ടി പോകുമ്പോൾ നിരഞ്ജനയുടെ വീട്ടിലേക്ക് പൊന്നുവുമായി പോയി എന്ന് മാത്രം ഇവിടെയുള്ളവർ അറിഞ്ഞാൽ മതി. ശരി അബേട്ടാ, ഞാൻ പൊന്നുവിനെ കൂട്ടിയിട്ട് പോവാം. പോകുന്നതും വരുന്നതുമൊക്കെ സൂക്ഷിച്ചു തന്നെ ആയിരിക്കും. ശരി, പോകുന്ന വഴിക്ക് ജാനകിയെ വിളിച്ചാൽ മതി. ജാനകി ലൊക്കേഷൻ ഇട്ട് തരും. പൊന്നു, നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം, വാ. ഇത് പറഞ്ഞ് നിരഞ്ജന പൊന്നുവിനെയും കൂട്ടി റൂമിലേക്ക് പോവുകയാണ്. തുടർന്ന് കാണുന്നത് തമ്പി അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ്റെ കോളറിൽ പിടിച്ച് അലക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, എടാ നീ എന്താണ് കരുതിയത്? തമ്പിയുടെ മോൻ വന്നു എന്ന് പറഞ്ഞാൽ തമ്പി കാലുവഴി അങ്ങ് മുള്ളുവന്നോ? ഇത് നിന്റെ വക്കീൽ ബുദ്ധിയാ. അപ്പോൾ സക്കീർ ഹുസൈൻ പറയുക, തമ്പി പിടിവിട്, ഇത് നിങ്ങളും നിങ്ങളുടെ മകനും തമ്മിലുള്ള കളിയാണ്. എടാ, എനിക്ക് അങ്ങനെ ഒരു മോനുണ്ടെങ്കിൽ നീ അവനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവാടാ. എന്താ, നിനക്ക് അങ്ങനെയുള്ളൊരു വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റുമോ? തമ്പി, അവൻ നിങ്ങളെക്കാൾ ഫ്രോഡാണിടൂ. തമ്പിയുടെ ചോര തന്നെ അവനോട് ഞങ്ങൾ പറഞ്ഞതാ, തമ്പിയുടെ മോനാണെങ്കിൽ തമ്പിയുടെ മുൻപിലോട്ട് ചെല്ലാൻ. അതിന് അവൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? അവൻ്റെ കുഴി അവൻ തന്നെ വെട്ടേണ്ട കാര്യമുണ്ടോ എന്ന്. കൊച്ചിക്കായലിലെ മീനുകൾക്ക് തീറ്റയാവാൻ അവന് താല്പര്യമില്ലെന്ന്. മുംബൈയിലെ ഏതോ ചേരിയിലെ ദാതയാണവൻ. എടോ, എൻ്റെ മുൻപിൽ വരാതെ അവൻ എന്ത് ചെയ്യുമെന്ന് ഇയാളീ പറയുന്നത്? നിങ്ങളറിയാതെ നിങ്ങളുടെ കാൽപാദത്തിന് കീഴിലെ മണ്ണവൻ മാന്തില്ലെന്ന് ആർക്കറിയാം തമ്പി? അബിക്ക് നിങ്ങളെ തകർക്കാൻ കിട്ടിയ നല്ല ഒന്നാന്തരം ആയുധമാണവൻ. പക്ഷേ അവൻ അബിക്ക് പിടികൊടുക്കാതെ സമർത്ഥമായി വഴുതി മാറി. അവനെ മുൻപിൽ നിർത്തിയല്ലാതെ അബിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. തമ്പി ഇപ്പോൾ രക്ഷപ്പെട്ടു നിൽക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. അവന് ഷെൽട്ടർ കൊടുത്തത് ആരാണെന്ന് ഇയാൾക്കറിയില്ലടോ. അവനെ സംരക്ഷിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തമ്പി. അത് മാത്രവുമല്ല, കുറച്ചുനാൾ മുമ്പ് ആ ചെക്കൻ ഇവിടെ വന്നു പോയിട്ടുണ്ട് എന്നുള്ള കാര്യം അത് ഉറപ്പാണ്. അന്ന് നിങ്ങളെ ഇരുട്ടത്ത് തല്ലിയത് അവനും ടീമുമാകാനാണ് സാധ്യത. ഇത് കേട്ടിട്ട് ആകെ പരവേശപ്പെട്ട് തമ്പി വക്കീലിനോട് പറയുക, നിർത്തടോ, ഇനി അതേപ്പറ്റി ഒരക്ഷരം നിമിണ്ടിപ്പോകരുത്. അപ്പോൾ സക്കീർ ഹുസൈൻ വീണ്ടും പറയുകയാണ്, ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ വക്കീൽ ബുദ്ധിയിൽ തെളിഞ്ഞ കാര്യങ്ങളാണ്. അവൻ നിങ്ങളുടെ മുൻപിൽ തനിച്ചല്ല വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിലോ? അവൻ അത്ര മണ്ടനാണോ അച്ഛനെന്ന് പറഞ്ഞ് നിങ്ങളുടെ മുൻപിലേക്ക് വരാൻ? ഇത് അവൻ്റെ ഒരു ട്രെയിലർ മാത്രമാണ്. നിങ്ങളെ ഒന്ന് പിടിച്ചുലയ്ക്കാനാണിത്.
ഇനിയുള്ള അവന്റെ വരവ് അമ്മയെയും കൊണ്ടാകാനാണ് സാധ്യത. ആ സ്ത്രീയുടെ മുൻപിൽ തമ്പിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അബിക്ക് പിടികൊടുക്കാതെ നിങ്ങൾ ബന്ധുക്കളല്ലേ എന്ന് പറഞ്ഞു ഒഴിയണമെങ്കിൽ ഇത് തന്നെയാണ് അവന്റെ മനസ്സിൽ. ഇനി അങ്ങനെ അല്ലെങ്കിൽ വലിയൊരു തുക അവൻ ചോദിക്കും. അവന്റെ അമ്മയുടെ ജീവിതത്തിന് അവൻ വിലയിടുന്ന കോമ്പൻസേഷൻ. എന്തായാലും ഇനി അങ്ങോട്ട് തമ്പിയുടെ കട്ടപ്പോക. അതുകൊണ്ട് തമ്പി എന്നെ വിട്ടേക്ക്, ഇത് പറഞ്ഞ് വക്കീല് തിരിഞ്ഞു നടക്കുകയാണ്. തുടർന്ന് വീണ്ടും വക്കീൽ സക്കീർ ഹുസൈൻ മടങ്ങി വന്നിട്ട് ഒരു വാക്കുകൂടി പറയുന്നുണ്ട്. പാപത്തേക്കാൾ 10 മടങ്ങ് വിഷമാണ് തമ്പി പാപത്തിൽ പിറന്ന സന്തതിക്ക്. അനുഭവിക്കുകയല്ലാതെ വേറൊരു വഴിയുമില്ല തമ്പിക്കിനി. തുടർന്ന് കാണുന്നത് മേരിയമ്മയും ജാനകിയും കൂടി ഡോക്ടറുടെ മുൻപിലിരിക്കുന്നതാണ്. ഡോക്ടർ സാമുവൽ പറയുകയാണ്, സ്കാനിംഗ് റിപ്പോർട്ടിൽ ഒരു പ്രശ്നവും കാണുന്നില്ല. പക്ഷേ ദീർഘകാലത്തിന് മുൻപ് മനസ്സിനേറ്റ ആ ഷോക്ക് തന്നെയാണ് അമ്മയെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഏതെങ്കിലും ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ കുറച്ചു കാലം ചികിത്സയിലായിരുന്നിരിക്കാനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ജാനകി പറയുകയാണ്, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് ഡോക്ടർ. അവിടെ നിന്നായിരിക്കും അമ്മ ശരണാലയത്തിലേക്ക് എത്തിയത്. ഞാനതേപ്പറ്റി അന്വേഷിച്ചിരുന്നു. പക്ഷേ അവിടെ ആർക്കും അതേക്കുറിച്ചൊന്നും അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ മേരിയമ്മ ചോദിക്കുകയാണ്, ഡോക്ടറെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? അതിനല്ലേ മേരിയമ്മയെ അകത്തേക്ക് വിളിച്ചത്. തമ്പി എന്ന ആളെപ്പറ്റി രാധാമണിയോട് ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. പഴയ കാര്യങ്ങളുടെ കൂട്ടത്തിൽ തമ്പിയെപ്പറ്റി പറയുമ്പോൾ രാധാമണിക്ക് ഒരു ഞെട്ടല് പോലെ ഉണ്ടായിട്ടുണ്ട്. അയാൾ ഓർഫനേജിൽ വന്നതിന് ശേഷമാണ് രാധാമണിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഡോക്ടറോട്. തമ്പിയെ വീണ്ടും രാധാമണി കണ്ടാൽ അതൊരു ഷോക്കാവില്ലേ ഡോക്ടർ? അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, അയാളിപ്പോൾ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? മാത്രവുമല്ല, ഇക്കാര്യത്തിൽ അയാളെ മാത്രം ആശ്രയിച്ച് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾ തെറ്റ് ചെയ്തയാളാണല്ലോ. അപ്പോൾ ജാനകി പറയുകയാണ്, വേണ്ട ഡോക്ടർ, ഞാൻ ഈ വിഷയം എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിച്ചതാണ്. അയാളുടെ പഴയ രൂപത്തിനൊക്കെ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ അമ്മ ഒരിക്കലും അയാളെ കാണാൻ പാടില്ല. അയാൾ എവിടെ എങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ ഞങ്ങൾക്കറിയാം. അമ്മയെപ്പറ്റി അയാൾ എന്തെങ്കിലും അറിഞ്ഞാൽ തുടർന്ന് അമ്മയുടെ ജീവന് തന്നെ അത് ഭീഷണിയാവും. സത്യത്തിൽ ഡോക്ടറുടെ സേവനത്തിന് മാത്രമല്ല, ആ മനുഷ്യന്റെ കണ്ണിൽ അമ്മ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇത്രയും ദൂരത്തിലേക്ക് വന്നത്. കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഡോക്ടർ പറയുകയാണ്, അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ് തന്നെ തുടരാം. എന്തായാലും തമ്പിയുടെ ഒരു ഫോട്ടോ സംഘടിപ്പിച്ച് ജാനകി അമ്മയെ ഒന്ന് കാണിക്കണം. അപ്പോഴത്തെ റിയാക്ഷൻ എന്തായിരിക്കുമെന്ന് നമുക്കറിയാമല്ലോ. ശരി ഡോക്ടർ, ഞാനത് ചെയ്യാം. അടുത്ത ദിവസം ഡോക്ടർ എലിസബത്തിനെ കൂടി അമ്മയെ ഒന്ന് കാണിക്കണം. സ്പീച്ച് തെറാപ്പിസ്റ്റാണവർ. ശരി ഡോക്ടർ എന്ന് പറഞ്ഞ് മേരിയമ്മയും ജാനകിയും കൂടി ഡോക്ടറുടെ മുറിയിൽ നിന്നും ഇറങ്ങുകയാണ്. പിന്നീട് കാണുന്നത് അമൽ കാർ ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിക്ക് അമലിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അമൽ പെട്ടെന്ന് വണ്ടി സൈഡിലേക്ക് ഒതുക്കിയതിനു ശേഷം അബിയേട്ടനാണല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് അബിയേട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അബി ചോദിക്കുകയാണ്, നീ ഓഫീസിലാണോ? അല്ല ഏട്ടാ, ഞാൻ പുറത്താണ്, പറഞ്ഞോളൂ. എടാ, തമ്പി ബിസിനസ്സിൽ പോലും ശ്രദ്ധിക്കാതെ മോളുടെ വാക്കും കേട്ടിട്ട് ജാനകിയുടെ പുറകിന് ഓടുകയാണ്. അത് പിന്നെ പ്രത്യേകിച്ച് പറയണേ ഏട്ടാ. അവൾ ഇരിക്കാൻ പറഞ്ഞാൽ അയാൾ ഇരിക്കും, ഓടാൻ പറഞ്ഞാൽ ഓടും. എടാ, നമുക്ക് തമ്പിയെ പിടിച്ചു നിർത്തണം. ഞാനതിന് ഒരു കുരുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ തമ്പിയെ വിളിച്ച് ഞാൻ പറയുന്നത് പോലൊന്ന് പറയണം. അത് കേട്ടാൽ തമ്പി പിന്നെ അതിൻ്റെ വഴിക്ക് പോകും. ജാനകിക്കാണെങ്കിൽ സ്വസ്ഥതയും കിട്ടും. എന്താ ചെയ്യേണ്ടതെന്ന് ഏട്ടനൊന്ന് പറഞ്ഞാൽ മതി. തമ്പിയെ എയറിൽ നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റു. കൂടെ കൂടെ തമ്പിക്കിട്ട് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവുമില്ല. അതുകൊണ്ട് ഏട്ടൻ പറ. തുടർന്ന് അബി അമലിനോട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. എല്ലാം കേട്ടതിന് ശേഷം അമൽ പറയുക, ഞാൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ വിളിച്ചു പറയാം. വേണമെങ്കിൽ കുറച്ച് എരിയും പുളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. അല്ല ഏട്ടാ, ശരിക്കും അങ്ങനെ ഒരാളുണ്ടോ? എടാ, അങ്ങനെ ഒരാളില്ല. ഇത് തമ്പിയെ വഴിതിരിച്ചു വിടാനുള്ള നമ്മുടെ ഒരു നമ്പരല്ലേ? അങ്ങനെയാണെങ്കിൽ വെച്ച് താമസിപ്പിക്കുന്നില്ല, കയ്യോടെ കൊടുത്തേക്കാം. ശരി, അങ്ങനെയാണെങ്കിൽ നീ വെച്ചു. ഇത് പറഞ്ഞ് അബി ഫോൺ കട്ട് ചെയ്യുകയാണ്. ഉടൻ തന്നെ അമല് വിശ്വനാഥൻ തമ്പിയെ കോള് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അമല് മനസ്സിൽ പറയുകയാണ്, പറഞ്ഞേ, നിന്നോടുള്ള കലിപ്പ് ഞാൻ തീർക്കുന്നത് നിന്റെ തന്തയോടല്ലേടി, ഞാൻ ശരിയാക്കുന്നുണ്ട്. ഇതിനിടയിൽ വീണ്ടും അബിയുടെ മുഖം കാണിക്കുന്നുണ്ട്. അബി നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് പറയുകയാണ്, നിന്നെ ഞാൻ നിലം തൊടാതെ ഓടിക്കുമെടാ പടനിലത്ത് വിശ്വനാഥൻ തമ്പി. പിന്നീട് കാണുന്നത് അമലിന്റെ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് വിശ്വനാഥൻ തമ്പി ചോദിക്കുന്നതാണ്, എന്താടാ മോനെ? അപ്പോൾ അമല്, അങ്കിൾ എന്താണ് ഒരുമാതിരി രാഷ്ട്രീയക്കാരെ പോലെ? ഇത് മോശമായിപ്പോയി. അല്ല, അങ്കിളിന്റെ പ്രവൃത്തിയെ അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. നീ കാര്യം പറ മോനെ. അങ്കിള് പറഞ്ഞയച്ചിട്ടാണ് എന്ന് പറഞ്ഞ് ഒരാൾ കമ്പനിയിൽ ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അല്ല, അങ്കിളിന് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ അങ്കിളുടെ കമ്പനിയിൽ അങ്ങ് ജോലി കൊടുത്താൽ പോരായിരുന്നോ?
ഉടനെ തമ്പി ഒരു ഞെട്ടലോടെ പറയുകയാണ്, എടാ മോനെ, ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല. ആരാണവൻ? അല്ല, അവനെ കണ്ടാലേ അറിയാം, തനി ഗുണ്ടയാണവൻ. ഒത്ത നീളവും വണ്ണവുമുണ്ട്, കഴുത്തിൽ ഒരു പുലിനഖത്തിന്റെ മാലയുമുണ്ട്, കയ്യിൽ കുറെ പല കളറിലെ ചരടുകളുമുണ്ട്. കാഴ്ചയിൽ നല്ല യോഗ്യനാ, കാണാനൊന്നും തെറ്റു പറയില്ല. പക്ഷേ അവന്റെ പെരുമാറ്റം അത് ഗുണ്ടയുടേതാ. എടാ നീ അവനെ തടഞ്ഞു വെക്ക്, ഞാൻ സേനനെ വിളിക്കാം. എടാ അവനെ വിടരുത്, അവനെ എനിക്ക് വേണം. അല്ല അങ്കിൾ എന്താ ഇപ്പൊ പറയുന്നത്? ജോലി ചോദിച്ചു വന്ന ഒരാളിനെ പോലീസിൽ പിടിപ്പിക്കാൻ പറ്റുമോ? കമ്പനിയിൽ ഒഴിവില്ല എന്ന് പറഞ്ഞ് ഞാൻ അയാളെ മടക്കി അയച്ചു. പക്ഷേ പോകുന്ന സമയത്ത് വീണ്ടും കാണേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടാ അവൻ പോയത്. അതാണ് എനിക്കങ്ങോട്ട് രസിക്കാത്തത്. എന്താണ് മോനെ അവന്റെ പേര്? നീ അവന്റെ പേര് ചോദിച്ചില്ലേ? ആ പറഞ്ഞു. അവന്റെ പേര് വിശ്വൻ. അമലിന്റെ വായിലൊന്നും ഈ പേര് കേൾക്കുമ്പോൾ തമ്പി ഞെട്ടിത്തരിക്കുകയാണ്. സോറി അങ്കിളെ, അങ്കിള് പറഞ്ഞതയച്ചതല്ലെങ്കിൽ അങ്കിൾ അതങ്ങ് വിട്ടേക്ക്. ഓക്കെ, ഇത് പറഞ്ഞിട്ട് അമല് ഫോൺ കട്ട് ചെയ്യുകയാ. ഫോൺ കട്ട് ചെയ്തതിനു ശേഷം അബി ഒറ്റയ്ക്ക് പറയുകയാ, ഹോ എന്തൊരു മനസുഖം. അബിയേട്ടൻ ഇങ്ങനൊരു പണി തമ്പിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ തമ്പിയുടെ പഴയ ഗുണ്ടയായിരിക്കും. എന്തായാലും കയ്യോടെ അബിയേട്ടനെ വിളിച്ചു പറയാം എന്ന് പറഞ്ഞ് അമൽ ഉടൻ തന്നെ അബിയെ വിളിക്കാൻ തുടങ്ങുന്നുണ്ട്. തുടർന്ന് കാണുന്നത് നിരഞ്ജനയും പൊന്നുവും കൂടി ജാനകിയെയും തൻ്റെ അമ്മയും കാണുവാൻ ആ വീട്ടിലേക്ക് എത്തുന്ന കാഴ്ചയാണ്. കാറ് വാതുക്കലെത്തിയപ്പോൾ തന്നെ മേരിയമ്മയും ജാനകിയും കൂടി ഓടി വന്ന് ഇരുവരെയും സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ പൊന്നു ചോദിക്കുന്നുണ്ട്, അമ്മമ്മ എവിടെ അമ്മേ? ആ അമ്മമ്മ പൊന്നുവിനെ കാത്തിരിക്കുക, മോൾ അകത്തോട്ട് ചെല്ല്. ഇത് കേട്ടുകൊണ്ട് അമ്മമ്മയെന്ന് നീട്ടി വിളിച്ചുകൊണ്ട് പൊന്നു അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ജാനകി, നിരഞ്ജന വാ, അമ്മയെ കാണണ്ടേ. ഇത് പറഞ്ഞിട്ട് നിരഞ്ജനയും കൂട്ടിക്കൊണ്ട് പിന്നാലെ അകത്തേക്ക് പോകുന്നു. രാധാമണി വാരിസ്യരുടെ അരികിലേക്ക് പൊന്നു അമ്മമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഓടി ചെല്ലുമ്പോൾ രാധാമണി പൊന്നുവിനെ കണ്ടിട്ട് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. തുടർന്ന് രാധാമണിയുടെ മുൻപിലേക്ക് എത്തിയ നിരഞ്ജന വലിയ സന്തോഷത്തോടെ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി നിന്നതിന് ശേഷം പറയുകയാണ്, ഏട്ടത്തിയുടെ അമ്മയല്ല ഇതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അമ്മയുടെ ഒരു ചായയുണ്ട് ഏട്ടത്തിക്ക്, അല്ലേ മേരിയമ്മേ? അപ്പോൾ മേരിയമ്മ പറയുകയാണ്, രാധാമണി ഒരുപാട് മാറിപ്പോയി മോളെ. ചെറുപ്പത്തിൽ കാണണമായിരുന്നു, നോക്കി നിന്നു പോകും. ഇത് കേട്ടുകൊണ്ട് നിരഞ്ജന അങ്ങനെ ആശ്ചര്യത്തോടെ രാധാമണിയുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്നതും രാധാമണി ഒരു പുഞ്ചിരിയോടുകൂടി നിരഞ്ജനയെ നോക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. തുടർന്ന് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ കൂടി കാണുന്നുണ്ട്. അബി അമലിനോട് പറയുകയാണ്, ഭയക്കാൻ കാരണമുണ്ട്. അപ്പോൾ അമൽ ചോദിക്കുകയാണ്, ഏട്ടത്തി അമ്മയെ കണ്ടെത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏട്ടനൊന്ന് പറ. ഇത് നിന്റെ മനസ്സിൽ മാത്രമേ ഇരിക്കാവൂ. ജാനകി അവളുടെ അമ്മയെ കണ്ടെത്തി. തുടർന്ന് കാണുന്നത് നിരഞ്ജന ജാനകിയോട് സംസാരിക്കുന്നതാണ്. നിരഞ്ജന പറയുകയാണ്, അമ്മയ്ക്കെല്ലാം ഓർത്തെടുക്കാൻ കഴിയണം. അപ്പോൾ അമ്മ ആ ദുഷ്ടന്റെ പേര് പറയും. അവനെ നമുക്ക് നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം. അയാൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ജാനകിയിടത്തേക്ക് വേണ്ടി കേസ് ഞാൻ വാദിക്കും. അപ്പോൾ ജാനകി പറയുകയാണ്, അയാൾ ഒരു പ്രബലനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മുൻപിൽ വന്നു നിൽക്കുവാൻ പോകുന്ന ആ മുഖം ഞെട്ടലുളവാക്കുന്നതാണെങ്കിലോ? ജാനകിയുടെയും അബിയുടെയും വീട് എന്ന സീരിയൽ വളരെ ത്രില്ലടിപ്പിക്കുന്ന മുഹൂർത്തങ്ങളിലേക്ക് മാറുവാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ കാണാൻ മറക്കരുത്. അടുത്ത ദിവസത്തെ എപ്പിസോഡിന്റെ റിവ്യൂവുമായി നേരത്തെ തന്നെ എത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ ആദ്യമായി കാണുകയാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.